ആയത്തുള്ള അലി ഖമേനിയുടെ വധവുമായി ബന്ധപ്പെട്ട സംഘർഷം പശ്ചിമേഷ്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണ് എന്ന് തരത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. അത് ലോക സാമ്പത്തിക ക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു സംഘർഷമായോ അല്ലെങ്കിൽ ഒരു പരിധിവരെ ഒരു യുദ്ധമായോ മാറാനുള്ള സാധ്യതകൾ ഏറെയാണ്. പക്ഷേ ഇറാനിലുണ്ടായ ഈ സംഘർഷം അത് ഇന്ത്യയെ എങ്ങനെ ബാധിക്കും? ഇന്ത്യ ഗവൺമെൻറ്, നമ്മുടെ പ്രതിപക്ഷം ഈ സംഘർഷത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളത് ഒരു ജനാധിപത്യ രാജ്യം എന്ന നിലയിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ സംഘർഷം ആരംഭിച്ച് ആദ്യം മുതൽ തന്നെ ഇടതുപക്ഷ കക്ഷികളും അതുപോലെ തന്നെ കോൺഗ്രസും ആയത്തുള്ള അലി ഖമൈനിക്കും അദ്ദേഹത്തിൻ്റെ ഏകാധിപത്യ ഭരണകൂടത്തിനും അനുകൂലമായൊരു സമീപനമാണ് സ്വീകരിച്ചു കണ്ടത്. അതിൽ കൃത്യമായിട്ട് അവർക്ക് രണ്ട് ലക്ഷ്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ ലക്ഷ്യം നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റിനെ ദുർബലമാക്കുക എന്നത് തന്നെയാണ്. രണ്ടാമത്തെ ലക്ഷ്യം ഇന്ത്യയിൽ ഒരു വർഗീയ സംഘർഷം വർദ്ധിപ്പിക്കുവാൻ തങ്ങളാലാകുന്നത് ചെയ്യുക എന്നുള്ളതാണ്. ഈ രണ്ട് ലക്ഷ്യത്തെ മുന്നിൽ നിർത്തിയാണ് ഇടതുപക്ഷ കക്ഷികളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇറാൻ വിഷയത്തെ, പ്രത്യേകിച്ച് അലി ഖമേനിയുടെ വധത്തെ സമീപിച്ചത്. സോണിയാഗാന്ധി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രസ്താവന ഇറക്കുകയുണ്ടായി. സോണിയാഗാന്ധിയുടെ പ്രസ്താവനയിൽ രണ്ട് ആരോപണങ്ങളാണ് ഗവൺമെൻറ്റിനെതിരെ പറഞ്ഞത്. ഒന്ന്, അലി ഖമേനിയുടെ വധത്തിൽ ഇന്ത്യ ഗവൺമെൻറ് പുലർത്തുന്ന മൗനം കുറ്റകരമാണ്. ഈ നിശബ്ദത നിഷ്പക്ഷതയല്ല, വളരെ കുറ്റകരമായൊരു മൗനമാണ് ഇന്ത്യ പുലർത്തുന്നത്. ഇതാണ് സോണിയാഗാന്ധി പറഞ്ഞ ആദ്യത്തെ ആരോപണം. രണ്ടാമത് സോണിയാഗാന്ധി പറഞ്ഞ രണ്ടാമത്തെ ആരോപണം, ബ്രിക്സ് രാജ്യങ്ങൾ ഇസ്രയേലുമായി അകലം പാലിക്കുമ്പോൾ എന്തിന് ഇന്ത്യ ഇസ്രയേലുമായി സൗഹൃദം പുലർത്തുന്നു? ഈ രണ്ട് കാര്യങ്ങളും നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടി ചെയ്തതല്ല എന്ന് രാജ്യസ്നേഹമുള്ള ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമേ ഉള്ളൂ. ആദ്യത്തെ കാര്യം, നരേന്ദ്രമോദി എന്തുകൊണ്ട് മൗനം പാലിച്ചു എന്നുള്ളതാണ്. നരേന്ദ്രമോദി മാത്രമല്ല മൗനം പാലിച്ചത്. അലി ഖമേനിയുടെ വധത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നതും ഞെട്ടൽ രേഖപ്പെടുത്തിയതും ചൈനയിലെയും അതുപോലെ തന്നെ റഷ്യയിലെയും ഭരണാധികാരികൾ മാത്രമാണ്. മറ്റ് ലോകരാജ്യ നേതാക്കന്മാരൊന്നും ഇക്കാര്യത്തിൽ ഗൗരവമായ ഒരു പ്രതികരണം നടത്തിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ മൗനം പാലിച്ചതിനെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ, മൗനം പാലിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഒന്ന്, നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ നോക്കണം, നമ്മുടെ രാജ്യത്ത് സംഘർഷങ്ങൾ ഉണ്ടാകാതെ നിലനിർത്തണം. ഇതിലെല്ലാം ഉപരിയായിട്ട് പശ്ചിമേഷ്യയിൽ നടക്കുന്ന സംഘർഷങ്ങളിൽ ഇന്ത്യക്ക് ഇന്ത്യയുടേതായ നിലപാടുണ്ട്. മോദിക്കല്ല, ഇന്ത്യക്ക് ഇന്ത്യയുടേതായ നിലപാടുണ്ട്. ആ നിലപാടിനെ ദുർബലപ്പെടുത്തുന്ന, രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു കാര്യവും നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരികളിൽ നിന്ന് ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവർ മൗനം പാലിച്ചത്. 6-ാം ദിവസം മൗനം ഭഞ്ജിച്ചു. ആ മരണത്തിൽ, അലി ഖമേനിയുടെ വധത്തിൽ ദുഃഖം രേഖപ്പെടുത്തി. ബന്ധപ്പെട്ട എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയിലെ സെക്രട്ടറി ഇറാൻ എംബസിയിൽ പോയി അവിടെ അനുശോചന കുറിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ, അദ്ദേഹവും ബന്ധപ്പെട്ട അധികാരികളെ, ഇറാൻ്റെ അധികാരികളെ ബന്ധപ്പെടുകയും ഇന്ത്യയുടെ അനുശോചനം അറിയിക്കുകയും ചെയ്തു. അതിനപ്പുറം ഒന്നും ചെയ്യാനില്ല. പക്ഷെ താമസിച്ചത് എന്താണ് എന്ന് ചോദിച്ചാൽ, താമസിച്ചതിന് അതിൻ്റേതായ കാരണമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് മോദിയുടെ ഭീരുത്വമായി കണക്കാക്കി അതിൻ്റെ പേരിൽ മോദിയെ പ്രതിക്കൂട്ടിൽ നിർത്തി വിചാരണ ചെയ്യാനുള്ള കോൺഗ്രസിൻ്റെ ശ്രമം നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യത്തിന് എത്ര ഗുണകരമാണ് എന്ന് കോൺഗ്രസ്സുകാർ തന്നെ ചിന്തിക്കേണ്ടതാണ്. പിന്നെ സോണിയയുടെ മറ്റൊരു ആരോപണം ബ്രിക്സ് രാജ്യങ്ങളുമായി ഇന്ത്യ പുലർത്തുന്ന സൗഹൃദത്തെക്കുറിച്ചാണ്. ബ്രിക്സ് രാജ്യങ്ങളുമായും ഇന്ത്യ സൗഹൃദം പുലർത്തുന്നുണ്ട്, ഒപ്പം ഇസ്രയേലുമായും സൗഹൃദം പുലർത്തുന്നുണ്ട്. സോണിയാഗാന്ധിയുടെ പരാതി, ബ്രിക്സ് രാജ്യങ്ങൾ സ്വീകരിച്ച നിലപാട് എന്തുകൊണ്ട് ഇന്ത്യ ഇസ്രായേലിൻ്റെ കാര്യത്തിൽ സ്വീകരിക്കുന്നില്ല? ഇന്ത്യക്ക് അങ്ങനെ സ്വീകരിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് അതിന് മറുപടി. ബ്രിക്സിലെ ഓരോ രാജ്യങ്ങളും, അത് ബ്രസീലിനായാലും ശരി, റഷ്യക്കായാലും ശരി, ഇന്ത്യക്കായാലും ശരി, സൗത്ത് ആഫ്രിക്കയ്ക്കായാലും ശരി, ചൈനയ്ക്കായാലും ശരി, ഓരോ രാജ്യങ്ങൾക്കും അവരുടേതായ താല്പര്യങ്ങളുണ്ട്, അവരുടേതായ വിദേശ നയമുണ്ട്, അവരുടേതായ താല്പര്യമുണ്ട്. ഇന്ത്യയുടെ താല്പര്യം ഇസ്രായേലുമായി സൗഹൃദം പുലർത്തുക എന്നത് തന്നെയാണ്. ഇവിടെ ഇസ്രായേലിനെ നമുക്ക് മറക്കാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, കാർഗിൽ യുദ്ധസമയത്ത് ഇസ്രായേലിൽ നിന്നും ആയുധങ്ങൾ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ സിയാച്ചിൻ മേഖല ഇന്നും പാകിസ്ഥാൻ്റെ കൈവശം ഇരിക്കുമായിരുന്നു.
അപ്പോൾ പാകിസ്ഥാൻ യുദ്ധ കാലഘട്ടത്തിലൊക്കെ ആത്മാർത്ഥമായി ഇസ്രയേൽ നമ്മളോടൊപ്പം നിന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചൈനയും ഇന്ത്യയുമായി സംഘർഷം ഉണ്ടായപ്പോൾ അത് ഗാൽവൻ താഴ്വരയിലായാലും ശരി, ഡോക്ലാമിലായാലും ശരി, ആ ഘട്ടത്തിലും ഇസ്രയേൽ നമ്മളോട് കൂടെ ഒന്നിച്ച് നിൽക്കുകയുണ്ടായി. ഇസ്രയേലിനെ നമ്മൾ രണ്ട് തരത്തിലാണ് കാണുന്നത്. ഇന്ത്യക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു ഉറ്റ ചങ്ങാതിയാണ് ഇസ്രയേൽ. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ജൂതന്മാർക്ക് ലോകം മുഴുവൻ ഇടം കൊടുക്കാതെ അവരെ ബഹിഷ്കരിച്ചപ്പോൾ അവർക്ക് ഇടം കൊടുത്ത രാജ്യമാണ് ഇന്ത്യ. ഇന്നും ജൂതന്മാർ നന്ദിപൂർവ്വം ഭാരതത്തെ സ്മരിക്കുന്നുണ്ട്, ഭാരതത്തിലെ ജനങ്ങളെ സ്മരിക്കുന്നുണ്ട്, നമ്മുടെ പൂർവികന്മാരെ സ്മരിക്കുന്നുണ്ട് അവരോട് കാണിച്ച ദയാദാക്ഷിണ്യത്തിന്. അപ്പോൾ ഇസ്രയേലും ഇന്ത്യയും തമ്മിൽ, അല്ലെങ്കിൽ ജൂതന്മാരും ഇന്ത്യക്കാരും തമ്മിലുള്ള ബന്ധം വളരെ വളരെ ആഴത്തിലുള്ളതാണ്. അത് വളരെ നൂറ്റാണ്ടുകൾക്ക് പഴക്കമുള്ള ഒരു ചരിത്രം അതിൻ്റെ പിന്നിലുണ്ട്. ഇസ്രയേലുമായുള്ളൊരു ബന്ധം വിച്ഛേദിക്കുക ഇന്ത്യയുടെ താല്പര്യത്തിന് അനുഗുണമല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് കടന്നാൽ, ഏറ്റവും അത്യന്താധുനികമായ ആയുധം നിർമ്മിച്ച് സൂക്ഷിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ഇസ്രയേൽ. അവരുടെ ആയുധപ്പുരയിലെ ഉള്ള ആയുധങ്ങളെക്കുറിച്ച് അമേരിക്കയ്ക്ക് പോലും വ്യക്തമായ ധാരണയുണ്ടോ എന്ന് സംശയമാണ്. ഇന്ത്യ ഒരു ഭാഗത്ത് പാകിസ്ഥാനുമായും മറുഭാഗത്ത് ചൈനയുമായും സംഘർഷത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ഏറ്റവും അടുത്ത് വേണ്ടത് ഇസ്രയേലിനെ പോലെ നല്ല കാര്യശേഷിയുള്ള, മികച്ച ആയുധങ്ങളുള്ള, ആത്മാർത്ഥമായി മറ്റ് അതിരുകളില്ലാതെ നമ്മളെ സ്നേഹിക്കുന്ന ഒരു ജനതയുടെ രാജ്യമായ ഇസ്രയേലാണ്. ഇവിടെ ജാതി മതത്തിനേക്കാൾ കൂടുതൽ രാജ്യത്തിൻ്റെ താല്പര്യമാണ് പ്രശ്നം. പക്ഷേ സോണിയാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം, ഇറ്റലിയിൽ നിന്ന് വന്ന സോണിയാഗാന്ധിക്ക് ഇന്ത്യയുടെ രാജ്യ താല്പര്യത്തിനകത്ത് താല്പര്യം ഉണ്ടാകാൻ ഇടയില്ല. അത് പല പ്രാവശ്യം സോണിയാഗാന്ധി തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ ഈ ഇറാനുമായിട്ടുള്ള ഈ സംഘർഷത്തിലെ, അമേരിക്കയും ഇറാനുമായുള്ള ഈ സംഘർഷത്തിലെ യഥാർത്ഥത്തിലെ യുദ്ധം നടക്കുന്നത് യഥാർത്ഥത്തിൽ, അല്ലെങ്കിൽ ഇതിലെ പ്രധാനപ്പെട്ട ശത്രുക്കൾ അമേരിക്കയും ചൈനയുമാണ്. ചൈനയ്ക്ക് വെനിസ്വേലയിലെ എണ്ണ നഷ്ടപ്പെട്ടു. ചൈനയുടെ എണ്ണയുടെ ആവശ്യം, ഇന്ധനത്തിൻ്റെ ആവശ്യം വലിയൊരു പരിധിവരെ പരിഹരിക്കുന്നത് ഇറാനാണ്. അപ്പം ഇറാനെ ഒറ്റപ്പെടുത്തി ചൈനയെ ദുർബലമാക്കാൻ ഒരു ശ്രമമാണ് അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നമ്മുടെ നാവിക അഭ്യാസത്തിനായി വന്ന ഒരു കപ്പൽ മടങ്ങിപ്പോകുമ്പോൾ അത് അമേരിക്ക തകർത്ത് കളഞ്ഞത്. അതിൻ്റെ പേരിലായി ബഹളം. ഇന്ത്യയിൽ നിന്ന് 40 നോട്ടിക്കൽ മൈൽ അകലെ അന്താരാഷ്ട്ര സമുദ്ര അതിർത്തിയൊക്കെ വിട്ട് വളരെ ദൂരെ ഒരു സ്ഥലത്താണ് ഇത് സംഭവിക്കുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവർ ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിച്ചില്ല. അപ്പോൾ അമേരിക്ക ഒരു കപ്പൽ തകർത്തു എന്നതിൻ്റെ പേരിൽ വീണ്ടും നമ്മൾ ഒരു സംഘർഷത്തിലേക്ക് നീങ്ങാതെ ബുദ്ധിപരമായ പാലിച്ച ഈ മൗനത്തിനെ കുറ്റകരമായ അനാസ്ഥയായി കാണാൻ കോൺഗ്രസ് ശ്രമിക്കുന്നത് തികച്ചും ഒരു ദുഷ്ട ലാക്കോടെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പിന്നെ ഖൊമൈനിയുടെ വധം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോകം കണ്ട ഏറ്റവും ക്രൂരന്മാരായ ഭരണാധികാരികളിൽ ഒരാളായിരുന്നു അലി ഖൊമൈനി. പ്രതിപക്ഷത്തിൻ്റെ ശബ്ദത്തിന് ഒരിക്കലും അദ്ദേഹം ഇടം കൊടുത്തിരുന്നില്ല. ഇറാൻ റിപ്പബ്ലിക്കൻ ഗാർഡ്സ് കോർപ്പ് എന്ന് പറയുന്ന ഒരു സംഘടനയെ കൊണ്ട്, റവല്യൂഷണറി ഗാർഡുകളെ കൊണ്ട് അവിടെ നടന്ന ജനകീയ പ്രക്ഷോഭങ്ങളെല്ലാം അദ്ദേഹം അടിച്ചമർത്തുകയാണ് ചെയ്തത്. പ്രതിഷേധം രേഖപ്പെടുത്താൻ തെരുവിലിറങ്ങിയ ഒരു ദിവസം അന്ന് ഈ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അവർ കൊന്നുകളഞ്ഞത് 550 പേരെയാണ്. 2000 പേരെയാണ് തടവിലാക്കിയത്. അന്നൊന്നും ഈ ജനാധിപത്യ വിരുദ്ധ സമീപനത്തിനെതിരെ ഒരു വാക്കുപോലും സോണിയാഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഇനി അതൊന്നും വേണ്ട, 2022 ഹിജാബ് ശരിയായിട്ട് ധരിച്ചില്ല എന്നുള്ള ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഹിജാബ് ധരിച്ചു പക്ഷേ തലമുടിയുടെ ചില ഭാഗം പുറത്തു കണ്ടു എന്ന ഒറ്റ ആരോപണത്തിൻ്റെ കാര്യത്തിൽ മഹ്സ അമിനി എന്ന് പറയുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകയെ ഈ IRGSകാർ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ച് കൊന്നുകളഞ്ഞത് ലോകത്തിനെ ഞെട്ടിച്ചതാണ്. സോണിയാഗാന്ധി പ്രതികരിച്ചു. എന്തിനധികം പറയുന്നു, ബംഗ്ലാദേശിൽ നിന്നും അഭയം തേടി ഇവിടെ ഒരു സ്ത്രീ വന്നിട്ടുണ്ട്. ഒരു എഴുത്തുകാരിയാണ്, പ്രശസ്തയായ ഒരു എഴുത്തുകാരിയാണ്. ലജ്ജ എന്ന നോവൽ എഴുതിയ തസ്ലീമ നസ്രീൻ. അവരനുഭവിക്കുന്ന വേദനയെക്കുറിച്ച് സോണിയാഗാന്ധി ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ സോണിയാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഗവൺമെൻറ്റിനെ ദുർബലമാക്കാൻ കഴിയുന്ന എല്ലാ നടപടികളും സ്വീകരിക്കുന്നതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ താല്പര്യം ഞാൻ മനസ്സിലാക്കുന്നത് ചൈനയുടെ താല്പര്യം സംരക്ഷിക്കാനാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ശ്രമിക്കുന്നത്. കാരണം ഇറാനെതിരെ, അല്ലെങ്കിൽ ഈ യുദ്ധത്തിൽ അമേരിക്കയ്ക്കും ഇസ്രയേലിനുമെതിരെ ഇറാന് വേണ്ടി നിലകൊള്ളാൻ ഇന്ത്യയെ പ്രേരിപ്പിക്കുക എന്നത് ചൈനയുടെ ഗൂഢലക്ഷ്യങ്ങളിലൊന്നാണ്. അവർക്ക് നേരിട്ട് ഇടപെടാൻ പറ്റില്ല. കാരണം ഇത് ചൈനയും അമേരിക്കയും തമ്മിൽ നേരിട്ട് ഉള്ള ഒരു ഏറ്റുമുട്ടലിന് പകരം ഒരു പ്രോക്സി വാറാണ് നടക്കുന്നത്. ഈ രംഗത്ത്
ചൈനയ്ക്ക് അനുകൂലമായ ഒരു നിലപാടാണ് യഥാർത്ഥത്തിൽ സോണിയാഗാന്ധിയും അതുപോലെ തന്നെ കോൺഗ്രസും സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ സോണിയാഗാന്ധി അടക്കമുള്ള കോൺഗ്രസ്സുകാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ലോകത്ത് ഏത് അക്രമമുണ്ടായാലും ശരി, ഏത് ഭരണാധികാരി അധികാരത്തിൽ വന്നാലും ലോകത്തിനൊരു സിവിൽ സൊസൈറ്റി ഉണ്ട്. അമേരിക്കയിൽ സിവിൽ സൊസൈറ്റി ഉണ്ട്, ഇന്ത്യയിൽ സിവിൽ സൊസൈറ്റി ഉണ്ട്, എല്ലായിടത്തും സിവിൽ സൊസൈറ്റി ഉണ്ട്. ചൈനയിലെ പോലെ ക്രൂരന്മാരായ ഭരണാധികാരികൾ ഭരിക്കുന്ന രാജ്യത്ത് ഈ സിവിൽ സൊസൈറ്റിയെ അടിച്ചമർത്തി നിർത്തിയിരിക്കുകയാണ്. അത്തരം അടിച്ചമർത്തലിനെതിരെ ചിലപ്പോഴൊക്കെ പിന്നെ പ്രക്ഷോഭങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടേക്കാം. അതാണ് ടിയാനൻമെൻ സ്ക്വയറിൽ കണ്ടത്. പക്ഷേ ജനാധിപത്യ രാജ്യങ്ങളിൽ സിവിൽ സൊസൈറ്റിക്ക് അവരുടേതായ ഒരു സ്ഥാനമുണ്ട്. ഈ സിവിൽ സൊസൈറ്റിയുടെ പ്രത്യേകത, അവർ സ്നേഹിക്കുന്നത് ലോകത്തെയാണ്, അവർ സ്നേഹിക്കുന്നത് മനുഷ്യരെയാണ്. ലോകത്തിന് വിനാശകരമായ നിലപാട് സ്വീകരിക്കുന്ന, മനുഷ്യത്വമില്ലാത്ത എല്ലാ ഭരണാധികാരികൾക്കുമെതിരെയും ലോകത്തെവിടെയുമുള്ള സിവിൽ സൊസൈറ്റികൾ പ്രതികരിച്ചിട്ടുണ്ട്. ഈ അലി ഖമീനിയുടെ കാര്യത്തിൽ എന്താണ് ഈ ലോകത്തിലെ സിവിൽ സൊസൈറ്റിയുടെ സമീപനം എന്നാലോചിച്ച് നോക്കണം. അവർ നിശബ്ദരല്ലേ? അലി ഖമീനിയെ പിന്താങ്ങാൻ ആരെങ്കിലും ഉണ്ടോ? അപ്പം അലി ഖമീനിയെ പിന്താങ്ങുക എന്ന് പറഞ്ഞാൽ മനുഷ്യത്വത്തിനെതിരായ ഒരു നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ്. മതമൗലികവാദത്തെ അനുകൂലിക്കുക എന്നുള്ളതാണ്. അതുപോലെ ലോകത്തെമ്പാടും ഭീകരത വിതയ്ക്കാൻ ശ്രമിക്കുന്ന ഹൂതികളെ പോലെയുള്ള കലാപകാരികൾക്ക് പ്രോത്സാഹനം നൽകുന്നത് ഇറാനല്ലേ? അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ഇസ്രായേലിനെതിരെ നടത്തിക്കൊണ്ടിരുന്ന നേരിട്ടൊരു യുദ്ധത്തിന് പകരം ഹൂതികളടക്കമുള്ള ഭീകരന്മാരെ ഉപയോഗിച്ച് നടത്തിയ ഒരു യുദ്ധമാണ്, ഒരു ആക്രമണമാണ്. അതിനെ പ്രതിരോധിക്കാൻ കിട്ടിയ അവസരം, അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കാൻ കിട്ടിയ അവസരമാണ് ഇസ്രായേൽ ഉപയോഗിച്ചത്. അത് ആ രാജ്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ഭാഗമാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വീണ്ടും കിട്ടിയ ഒരു അവസരം ഇറാനിലെ എണ്ണയാണ്, ഇറാനിലെ അതുപോലെ തന്നെ റെയർ എർത്താണ്. അപ്പോൾ അപൂർവ ലോഹങ്ങൾ കൊണ്ട് സമ്പന്നമായ ഇറാൻ്റെ ഒരു ഭാഗമെങ്കിലും തങ്ങളുടെ കയ്യിൽ കൊണ്ടുവരാൻ കഴിയുമോ എന്നാണ് അമേരിക്ക ശ്രമിക്കുന്നത്. പക്ഷേ ആ രാജ്യത്ത് കടന്നു കയറി അവരുടെ അധീശത്വം സ്ഥാപിക്കുക എന്ന് പറയുന്നത് ട്രംപ് വിചാരിക്കുന്നത് പോലെയോ അമേരിക്ക വിചാരിക്കുന്നത് പോലെയോ അത്ര എളുപ്പമല്ല. വിയറ്റ്നാമിലെ തിരിച്ചടി കിട്ടി ഓടി ഒളിക്കേണ്ടി വന്നു. അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ ചെന്നു, അവിടുന്ന് അടിയും കൊണ്ട് തിരിച്ചു പോരേണ്ടി വന്നു. അപ്പോൾ ഇത്തരം രാജ്യങ്ങളിലൊക്കെ യുദ്ധമുണ്ടാക്കി നേട്ടം കൊയ്യാൻ നടത്തിയ അമേരിക്കയുടെ ശ്രമങ്ങൾ പരിപൂർണമായ പതനത്തിലാണ് എത്തിയിട്ടുള്ളത്. പക്ഷേ ഇന്ത്യ ഈ കാര്യങ്ങളിലൊക്കെ വളരെ സമർത്ഥമായ നീക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം നമ്മളോടൊപ്പം നിൽക്കുന്നത്. അവർക്ക് ഗോതമ്പ് ആവശ്യമായപ്പോൾ നമ്മൾ ഗോതമ്പ് കൊടുത്തു, അവർക്ക് മരുന്ന് ആവശ്യമായപ്പോൾ നമ്മൾ അവർക്ക് മരുന്ന് കൊടുത്തു. ഇന്ന് പാകിസ്ഥാനും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനുമായി നടക്കുന്ന സംഘർഷത്തിൻ്റെ യഥാർത്ഥ ഗുണഭോക്താവ് ഇന്ത്യയാണ്. അപ്പോൾ അന്താരാഷ്ട്ര രംഗങ്ങളിൽ, അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ഒരു രാജ്യം ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ ആ നിലപാട് സ്വീകരിക്കുന്ന ഭരണാധികാരിയെ ദുർബലനാക്കുക എന്നുള്ളതല്ല പ്രതിപക്ഷം ചെയ്യേണ്ടത്, മറിച്ച് ക്രിയാത്മകമായി വിമർശിക്കുക. അങ്ങനെ ക്രിയാത്മകമായി വിമർശിക്കുന്ന ഒരു പ്രതിപക്ഷമായി മാറാൻ നിർഭാഗ്യവശാൽ കോൺഗ്രസിന് കഴിഞ്ഞില്ല. ഇനിയും ഇറാനിലെ തന്നെ കഥയെടുത്താൽ അവിടെ മിതവാദികളായ, പരിഷ്കരണവാദികളായ വലിയൊരു വിഭാഗം ജനങ്ങളുണ്ട്. അവരാണ് ഖമീനിയുടെ വധത്തിനെ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് തെരുവിലിറങ്ങിയത്. ഇറാൻകാരെല്ലാം കരയുകയല്ലായിരുന്നു. ഇറാനിലെ വലിയൊരു വിഭാഗം ടെഹ്റാൻ അടക്കമുള്ള നഗരങ്ങളിൽ ആഹ്ലാദ പ്രകടനം നടത്തുകയായിരുന്നു. അപ്പം അവിടെ കൃത്യമായി അലി ഖമീനിയുടെ മൗലികവാദത്തിനെതിരെ, ഏകാധിപത്യത്തിനെതിരെ പ്രതികരിക്കുന്ന മിതവാദികളായ നേതാക്കന്മാരുണ്ട്. മുഹമ്മദ് ഖത്താമി എന്ന് പറയുന്ന നേതാവ് മിതവാദിയായ നേതാവാണ്. അദ്ദേഹത്തിന് അവിടെ ഇടം കൊടുക്കാതിരുന്നത് ഖമീനിയാണ്. അപ്പോൾ അവിടെ ഇറാനെ സംബന്ധിച്ചിടത്തോളം വളരെ പുരോഗമനപരമായി ചിന്തിക്കുന്ന ഒരു ജനത വളരെ ശക്തമായി തന്നെ ഇറാനിലുണ്ട്. അവരെ IRGS ഉപയോഗിച്ച് അടിച്ചമർത്തി ഒരു ഭരണം നടത്തുകയാണ് അലി ഖമീനി ചെയ്തത്. അലി ഖമീനി എന്ന് പറയുന്നതല്ല ഇറാൻ എന്ന് കോൺഗ്രസ് മനസ്സിലാക്കണം. മുഹമ്മദ് ഖത്താമിയെ പോലെയുള്ള വളരെ ഉൽപ്പതിഷ്ണുക്കളായ മിതവാദികളായ നേതാക്കന്മാരും ഇറാനിലുണ്ട്. മരിച്ചുപോയ അലി ഖമീനി അല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണ്ടപ്പെട്ടത് അധികാരത്തിലെത്താൻ പോകുന്ന ഭരണാധികാരിയാണ്. ആരാണോ ഇറാനിൽ അധികാരത്തിലെത്തുന്നത് അവരുമായുള്ള സൗമനസ്യം, അവരുമായിട്ടുള്ള സൗഹൃദം, അതാണ് ഇന്ത്യക്ക് ആവശ്യം. അത് മനസ്സിലാക്കി വളരെ ശ്രദ്ധാപൂർവം തന്നെയാണ് ഇന്ത്യ നീങ്ങുന്നത്. പക്ഷേ ഇന്ത്യയിലും ചില പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ കർണാടകത്തിലെ അലിപൂരിൽ ഏതാണ്ട് 25,000 ഷിയാസ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ അലി ഖമീനിയുടെ മരണത്തിൽ അവർക്ക് വളരെയധികം ദുഃഖമുണ്ടാക്കി. അത് സ്വാഭാവികമായ കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ജമ്മു കാശ്മീരിലും ഷിയാകൾ ദുഃഖിച്ചു. പക്ഷേ ഇവരുടെ ദുഃഖം അക്രമമായി മാറുകയും ആ അക്രമം മതത്തെ ഉപയോഗിച്ച് മറ്റ് പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ അത് നിർദ്ദയം അടിച്ചമർത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇന്ത്യയിലും മതമൗലികവാദികൾ ഇന്ന് നിശബ്ദരാണെങ്കിലും അവർ ഇന്നും ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്.
അവരെ പ്രോത്സാഹിപ്പിക്കാൻ സോണിയാഗാന്ധിയുടെ കോൺഗ്രസ് നടത്തുന്ന ശ്രമങ്ങൾ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. രാജ്യസ്നേഹമുള്ള കോൺഗ്രസ്സുകാർ ഇത് തിരിച്ചറിയണം. ഈ തിരുട്ട് കുടുംബത്തിനെ സോണിയാഗാന്ധിയും രാജ്യവിരുദ്ധനായ ഇന്ത്യ വിരുദ്ധനായ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയും വാദ്രായും ഒക്കെ അടക്കമുള്ള ഈ തിരുട്ട് കുടുംബത്തെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി കോൺഗ്രസിനെ ശുദ്ധീകരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വംശനാശം സംഭവിക്കുകയായിരിക്കും ഫലം. അതിലേക്കാണ് ഇറാനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ സോണിയാഗാന്ധി സ്വീകരിച്ച നിലപാട് വിരൽ ചൂണ്ടുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.